Hello dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ എ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നുള്ള സ്പീച്ച്. നമുക്കറിയാം 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് പുസ്തകത്തിൽ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് സെക്കൻഡ് പാർട്ട്, ഇതിന്റെ രണ്ടാമത്തെ ഭാഗം നോക്കാം. ഫ്രീഡം ആൻഡ് പവർ ബ്രിങ് റെസ്പോൺസിബിലിറ്റി. അപ്പൊ നമുക്കറിയാം, നെഹ്റു ഈ പ്രസംഗം നടത്തുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന്റെ തലേ ദിവസമാണ്. തലേ ദിവസം എന്ന് പറയുമ്പോൾ 1947 ഓഗസ്റ്റ് 14, ഓഗസ്റ്റ് 15-നാണല്ലോ സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പൊ ഓഗസ്റ്റ് 14-ന് അപ്പൊ നെഹ്റു ഇവിടെ പറയുന്നത് സ്വാതന്ത്ര്യം എന്നുള്ളത് ഫ്രീഡം ആൻഡ് പവർ ബ്രിങ് റെസ്പോൺസിബിലിറ്റി. അപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നെഹ്റു ഇന്ത്യയിലെ ജനങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ പവറും കൂടിയാണത്. ഫ്രീഡം ആൻഡ് പവർ, ഇത് രണ്ടും നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളുടെ കൈകളിലേക്ക് ബ്രിട്ടീഷുകാരിൽ നിന്നും നമുക്ക് ഫ്രീഡവും പവറും കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിലേക്ക് എന്ത് വരും? റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം നമുക്ക് വരും. കാരണം നമുക്ക് ഇതുവരെ എന്തൊരു കാര്യത്തിനും ബ്രിട്ടീഷുകാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റും, അല്ലെങ്കിൽ എന്തിൻ്റെയും അവരിൽ നമുക്ക് കുറ്റം ആരോപിക്കാൻ പറ്റും. കാരണം ഇതുവരെ നമ്മുടെ രാജ്യത്തെ ഭരിച്ചിരുന്നത് അവരായിരുന്നു. പക്ഷെ ഇനി മുതൽ അങ്ങനെയല്ല, അവർ നമുക്ക് സ്വാതന്ത്ര്യം നൽകുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി മുതൽ നമുക്കാണ് ഉത്തരവാദിത്വം. ദ റെസ്പോൺസിബിലിറ്റി റെസ്റ്റ് അപ്പോൺ ദിസ് അസംബ്ലി. അതായത് ഈ അസംബ്ലി കൊണ്ട് ഉദ്ദേശിച്ചത് സോവറിൻ ബോഡി റെപ്രസെന്റിങ് ദ സോവറിൻ പീപ്പിൾ ഓഫ് ഇന്ത്യ. അതായത് ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം പിന്നെ സോവറിൻ ഇന്ത്യയാണ്, അതായത് പരമാധികാര രാജ്യമാണ്. പിന്നെ നമ്മുടെ രാജ്യത്തിനാണ് സോവറിനിറ്റി, പരമാധികാരം. അതായത് ബ്രിട്ടീഷുകാരിൽ നിന്നും പരമാധികാരം ലഭിച്ച രാജ്യം, ആ രാജ്യത്തെ, പരമാധികാര രാജ്യത്തെ ഒരു സോവറിൻ ബോഡിയാണ്. സോവറിൻ ബോഡി റെപ്രസെന്റിങ് ദ സോവറിൻ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ, പരമാധികാരമുള്ള ഇന്ത്യയിലെ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആ ഒരു സോവറിൻ ബോഡി, അധികാരമുള്ള ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു വ്യവസ്ഥിതിയാണ് ഈ അസംബ്ലി, നിയമനിർമ്മാണ സഭ എന്നുള്ളത്. ആ അസംബ്ലിക്കാണ് എന്ത്? ഈ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വം. അപ്പോൾ ഒരു ഭാരിച്ച ഉത്തരവാദിത്വം. ഒരു രാജ്യത്തെ ജനങ്ങൾ ആ രാജ്യത്തെ മുന്നോട്ട് നയിക്കുക എന്നുള്ള ഒരു ഭാരിച്ച ഉത്തരവാദിത്വം ഈ ജനതയിൽ, അസംബ്ലിയിൽ വന്നു ചേരുകയാണ്. ബിഫോർ ദ ബർത്ത് ഓഫ് ഫ്രീഡം വി ഹാവ് എൻജോയ്ഡ് ഓൾ ദ പെയിൻസ് ഓഫ് ലാബർ. നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ഇത്രയും നാൾ നമ്മൾ കഠിന പ്രയത്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഠിനാധ്വാനങ്ങൾ, അതിൻ്റെ വേദന, പെയിൻസ് ഓഫ് ലാബർ, കഠിനാധ്വാനത്തിൻ്റെ, കഠിന പ്രയത്നത്തിൻ്റെ വേദന നമ്മൾ അനുഭവിച്ചു. വി ഹാവ് എൻജോയ്ഡ്, നമ്മൾ അനുഭവിക്കുന്നു. ഓൾ ദ പെയിൻസ് ഓഫ് ലാബർ ആൻഡ് അവർ ഹേർട്സ് ആർ ഹെവി വിത്ത് ദ മെമ്മറി ഓഫ് ദിസ് സോറോ. ഇന്ന് നമ്മൾ അനുഭവിച്ച ദുഃഖത്തിൻ്റെ ഓർമ്മകൾ, വേദനയുടെ ഓർമ്മകൾ കൊണ്ട് നമ്മളുടെ ഹൃദയം, ആ ഓർമ്മകളുടെ ഭാരം ഇന്നും നമ്മളുടെ മനസ്സുകളിലുണ്ട്. അപ്പൊ ഇത്രയും കാലം ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് നമ്മൾ അനുഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള ആ കഠിന പ്രയത്നങ്ങളുടെ, ലാബർ, ജോലികളുടെ വേദന നമ്മൾ അനുഭവിച്ചു. പക്ഷെ ഇന്ന് നമ്മളെ മനസ്സുകളിൽ അതിൻ്റെ ഓർമ്മകൾ ഒരു ഭാരമായിട്ട് നിൽക്കുന്നുണ്ട്. Some of those pains continue even now.
നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും അതിലെ പല വേദനകളും ഇന്നും നിലനിൽക്കുകയാണ്. നെവർത്തിലെസ് ദ പാസ്റ്റ് ഈസ് ഓവർ. ഇനി നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമല്ല. കാരണം കഴിഞ്ഞ കാലം, നമ്മളുടെ ഭൂതകാലം എന്നുള്ളത്, പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയില്ലേ, അതെല്ലാം കഴിഞ്ഞു പോയി. ആൻഡ് ഇറ്റ് ഈസ് ദ ഫ്യൂച്ചർ ദാറ്റ് ബെക്കൺസ് അസ് നൗ. ഇപ്പൊ നമ്മളെ മുൻപിലുള്ളത് നമ്മളെ മാടി വിളിക്കുന്ന, ബെക്കൻസ് എന്ന് പറഞ്ഞാൽ മാടി വിളിക്കാം, നമ്മളെ കൈമാടി വിളിക്കുന്ന ഭാവിയാണ്. ഇനി കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച്, അതിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ച്, അതിൻ്റെ വേദനകളെക്കുറിച്ച്, അതിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, കഷ്ടപ്പാടുകളെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതില്ല. കാരണം പാസ്റ്റ് ഈസ് ഓവർ. നമുക്ക് സ്വാതന്ത്ര്യം തന്ന് ബ്രിട്ടീഷുകാർ പോയതോടുകൂടി അവരുടെ ആ ഓർമ്മകൾ, അവരുടെ ഭരണം അവിടെ എൻഡ് ചെയ്തു. ഇനി നമുക്ക് മുൻപിലുള്ളത് നമ്മുടെ ഭാവിയാണ്. ആ ശോഭനമായിട്ടുള്ള ഒരു ഭാവി നമ്മളെ കൈമാടി വിളിക്കുന്നു. ദാറ്റ് ഫ്യൂച്ചർ ഈസ് നോട്ട് വൺ ഓഫ് ഈസ് ഓർ റെസ്റ്റിംഗ്. ആ ഒരു ഭാവി എന്ന് പറയുന്നത് നമ്മൾ അലസരായിട്ട് വെറുതെ ഇരിക്കലോ, അല്ലെങ്കിൽ ഈസ് നിഷ്പ്രയാസമായിട്ട് വളരെ സിമ്പിളായിട്ട് നേടാവുന്നതല്ല. ബട്ട് ഓഫ് ഇൻസസെന്റ് സ്ട്രൈവിങ്. പക്ഷേ നിരന്തര പരിശ്രമം, സ്ട്രൈവിങ്, നിരന്തര പരിശ്രമത്തിലൂടെ, കഠിനാധ്വാനത്തിലൂടെ മാത്രമേ അത്തരത്തിലുള്ള ആ ഒരു ശോഭനീയമായിട്ടുള്ള ഭാവി നമുക്ക് നേടിയെടുക്കാൻ കഴിയൂ. അപ്പൊ അത്തരത്തിലുള്ള നിരന്തര പരിശ്രമം വേണം. സോ ദാറ്റ് വി മേ ഫുൾഫിൽ the pledges we have so often taken. അത്തരം ഒരു സ്ട്രൈവിങ്ങിലൂടെ, ഒരു നിരന്തര പരിശ്രമത്തിലൂടെ മാത്രമേ നമ്മൾ പലപ്പോഴായി എടുത്തിട്ടുള്ള പ്ലെഡ്ജസ്, നമ്മളുടെ പ്രതിജ്ഞകളെ പൂർത്തീകരിക്കാൻ, നമ്മൾ പലപ്പോഴായി എടുത്തിട്ടുള്ള പ്രതിജ്ഞകൾ, അതുപോലെ തന്നെ ദ വൺ വി ഷാൾ ടേക്ക് ടുഡേ, നമ്മൾ ഇന്ന് എടുക്കുന്ന സ്വതന്ത്ര രാജ്യം എന്ന ആ ഒരു വലിയ ഭാരിച്ച പ്രതിജ്ഞ, ആ ഒരു ഉത്തരവാദിത്വം നമുക്ക് നിറവേറ്റണമെങ്കിൽ നമ്മൾ നിരന്തര പരിശ്രമം നടത്തിയേ തീരൂ. ദ സർവീസ് ഓഫ് ഇന്ത്യ മീൻസ്, ഇന്ത്യയെ സേവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് സർവീസ് ഓഫ് ഇന്ത്യ? ഇന്ത്യയെ സേവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താ? ആ രാജ്യത്തെ ജനങ്ങളാണ്. അപ്പൊ രാജ്യത്തെ സേവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് ഓഫ് ദി മില്യൺസ് ഹൂ സഫർ ചെയ്യുന്ന, ദുരിതം അനുഭവിക്കുന്ന, പ്രയാസപ്പെടുന്ന മില്യൺ കണക്കിന് ആളുകളെ സേവിക്കുക എന്നുള്ളതാണ് രാജ്യത്തെ സേവിക്കുക. എങ്ങനെയാണ് രാജ്യത്തെ സഫർ ചെയ്യുന്ന, അല്ലെ, ഹൂ സഫർ, അവര്, ആ മില്യൺ കണക്കിന് ആളുകൾ അവർ സഫർ ചെയ്യുന്നു. ഇവിടെ ഹൂ എന്നുള്ളത് ക്വസ്റ്റ്യൻ വേർഡ് അല്ല, റിലേറ്റീവ് പ്രോനൗൺ ആണ്. അപ്പൊ അതിൻ്റെ തൊട്ട് മുൻപിൽ വരുന്ന വാക്ക് ഏതാണ്? മില്യൺസ്. ഇന്ത്യയിലെ മില്യൺ കണക്കിന് ആളുകൾ. അപ്പൊ അതിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ആ പ്രോനൗൺ പോകുന്നത്. ഇന്ത്യയിലെ മില്യൺ കണക്കിന് ആളുകൾ. എങ്ങനത്തെ ആളുകള്? ഹൂ, അവര്, സഫർ, കഷ്ടപ്പെടുന്ന, ദുരിതം അനുഭവിക്കുന്ന മില്യൺ കണക്കിന് ആളുകൾ, അവരെ സേവിക്കുക എന്നുള്ളതാണ്. അതാണ് രാജ്യത്തെ സേവിക്കുക എന്ന് പറഞ്ഞാൽ. ഇനി എങ്ങനെയാണ് പാവപ്പെടുന്നവരെ സേവിക്കേണ്ടത്? ഇറ്റ് മീൻസ് ദ എൻഡിങ് ഓഫ് പോവർട്ടി. അതിന് പല അർത്ഥങ്ങളുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിലൊന്ന് എൻഡിങ് ഓഫ് പോവർട്ടി, ദാരിദ്ര്യം അവസാനിപ്പിക്കുക. ആൻഡ് ഇഗ്നോറൻസ്, അറിവില്ലായ്മ അവസാനിപ്പിക്കുക. ആൻഡ് ഡിസീസ് ആൻഡ് ഇനീക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, രോഗങ്ങൾ, അതുപോലെ തന്നെ അവസര അസമത്വങ്ങൾ, മീൻസ് എല്ലാവർക്കും തുല്യ അവസരം ലഭിക്കുക, രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുക. ഇത്തരം കാര്യങ്ങളിലൂടെയാണ് നമ്മൾ രാജ്യത്തെ ജനങ്ങളെ സേവിക്കേണ്ടത്. ദ അംബിഷൻ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് മെൻ ഓഫ് അവർ ജനറേഷൻ. നെഹ്റു പറയാണ്, നമ്മളുടെ ഈ തലമുറയിലെ ഗ്രേറ്റ് ആയിട്ടുള്ള, മഹാന്മാരായിട്ടുള്ള, ഗ്രേറ്റസ്റ്റ് മെൻ, ഉയർന്നവരായിട്ടുള്ള, ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ജനറേഷനിലെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ ആഗ്രഹം ഹാസ് ബീൻ ടു വൈപ്പ് എവറി ടിയർ ഫ്രം എവറി ഐ.
എല്ലാ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊപ്പുക, വൈപ്പ്. നമ്മൾ വൈപ്പർ എന്നൊക്കെ പറയില്ല, വൈപ്പ്, തുടച്ചു നീക്കാം. ടിയർ ഫ്രം എവരി ഐ എന്നുള്ളതാണ് നമ്മളുടെ തലമുറയിലെ ഉയർന്നവരുടെ ആഗ്രഹം, അവരുടെ പ്രതീക്ഷ, അവരുടെ ആഗ്രഹം എന്നുള്ളത്. ദാറ്റ് മേ ബി ബിയോണ്ട് അസ്. ഒരു പക്ഷേ അത് നമ്മളുടെ കഴിവുകൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ പരിധിക്കും അപ്പുറത്താകാം. പക്ഷേ എന്താ പ്രശ്നം? ആസ് ലോങ് ആസ് there are tears and suffering, നമ്മുടെ രാജ്യത്ത് ദുരിതങ്ങളും കണ്ണുനീരും ഉള്ളിടത്തോളം, സോ ലോങ്, അത്രയും കാലം, എത്രയും കാലം നമ്മുടെ നാട്ടില് ദുരിതങ്ങളും കഷ്ടപ്പാടും ഉണ്ടോ, സോ ലോങ്, അത്രയും കാലം അവർ വർക്ക് വിൽ നോട്ട് ബി ഓവർ, നമ്മുടെ ജോലി, നമ്മളുടെ പരിശ്രമം നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. അതായത് അവസാനത്തെ ആളിൽ നിന്നും കണ്ണുനീരൊപ്പുക അല്ലെങ്കിൽ അത് ഒപ്പുന്നത് വരെ, ആ അവസാനത്തെ വ്യക്തിയുടെയും കണ്ണുനീര് വൈപ്പ് ഔട്ട് ചെയ്താൽ, അത് തുടച്ച് മാറ്റിക്കഴിഞ്ഞാലാണ് നമ്മളുടെ ലക്ഷ്യം, നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നത്. അതിനുശേഷം മാത്രമേ നമുക്ക് ലക്ഷ്യം, നമുക്ക് ഒരു വിശ്രമം ഉണ്ടാവൂ. ആൻഡ് സോ, അതുകൊണ്ട് വി ഹാവ് ടു ലാബർ, നമ്മൾ കഠിന പ്രയത്നം നടത്തണം, ലാബർ ചെയ്യണം, പരിശ്രമിക്കണം, വർക്ക് ചെയ്യണം. ടു വർക്ക് ആൻഡ് ടു വർക്ക് ഹാർഡ്, കഠിനമായിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. അങ്ങനെ നമ്മൾ എന്തു ചെയ്യണം? ടു ഗിവ് റിയാലിറ്റി ടു അവർ ഡ്രീംസ്, നമ്മളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കണം. നമ്മളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി കഠിന പരിശ്രമം, നിരന്തരമായിട്ട് നമ്മൾ പ്രയത്നിക്കുക, അധ്വാനിക്കുക, ലാബർ. ദോസ് ഡ്രീംസ് ആർ ഫോർ ഇന്ത്യ, നമ്മുടെ സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ അത് വ്യക്തിപരമല്ല, അത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ളതാണ്. ഈ രാജ്യത്തിന് വേണ്ടി മാത്രമാണോ? അല്ല, പിന്നെയോ. ബട്ട് ദേ ആർ ഓൾസോ ഫോർ ദ വേൾഡ്, അവ ലോകത്തിന്റെ കൂടി സ്വപ്നങ്ങളാണ്. എന്തുകൊണ്ട്? ഫോർ, കാരണം ഓൾ ദ നാഷൻസ് ആൻഡ് പീപ്പിൾസ്, സാധാരണ നമുക്കറിയാം പീപ്പിൾ എന്ന് പറഞ്ഞാൽ തന്നെ ബഹുവചനമാണ്. അപ്പൊ ഇവിടെ പീപ്പിൾസ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ജനങ്ങൾ. അപ്പൊ എന്താ പറയുന്നത്? ഫോർ ഓൾ ദ നാഷൻസ് ആൻഡ് പീപ്പിൾസ്, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ആ രാജ്യങ്ങളിലെ ജനങ്ങളും ആർ ടു ക്ലോസ്ലി നിറ്റ് ടുഗദർ ടുഡേ, അതായത് ഇന്ന് വളരെ ക്ലോസ് നിറ്റാണ്, വളരെ അടുത്ത ബന്ധത്തിലാണ് ആളുകൾ താമസിക്കുന്നത്. പീപ്പിൾസ് ആർ ടു ക്ലോസ്ലി നിറ്റ് ടുഗദർ ടുഡേ, എത്രത്തോളം അടുത്ത ബന്ധം, നമ്മളെ അടുത്ത ഈഴയായിട്ട് എന്ന് പറയില്ലേ, നിറ്റ്, ഈഴ, വസ്ത്രത്തിന്റെ ഈഴ എന്ന് പറയില്ലേ, അത്രയും അടുത്ത ബന്ധമാണ്. എത്രത്തോളമാണ് ആ ക്ലോസ്ലി നിറ്റ് ആയിട്ടുള്ളത്? ആളുകൾ എത്രത്തോളം അടുത്താണ് ഇരിക്കുന്നത്? ഫോർ എനി വൺ ഓഫ് ദം ടു ഇമാജിൻ ദാറ്റ്, അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്രയും ആളുകളില്, മില്യൺ കണക്കിന് ആളുകളില് ഒരാൾക്ക് ടു ഇമാജിൻ, സങ്കല്പിക്കാൻ കഴിയാത്ത വിധം വളരെ അടുത്താണ്, അടുത്ത ബന്ധമാണ് ആളുകൾക്കിടയിലുള്ളത്. എന്ത് സങ്കല്പിക്കാൻ കഴിയാത്ത വിധം? ടു ഇമാജിൻ ദാറ്റ് ഇറ്റ് ക്യാൻ ലിവ് എപ്പാർട്ട്, അതായത് അവർക്ക് ലിവ് എപ്പാർട്ട്, അകന്നകന്ന്, ഒറ്റയ്ക്കൊറ്റയ്ക്ക്, ബന്ധം വിച്ഛേദിച്ച് ജീവിക്കാൻ, ഒരു ഒറ്റപ്പെട്ട ജീവിതം നയിക്കാൻ, അത്തരമൊരു ജീവിതത്തിലൂടെ മുന്നോട്ട് പോവാൻ കഴിയുമെന്ന് സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ആളുകൾ ടു ക്ലോസ്ലി നിറ്റ് ടുഗദർ, ആളുകൾ പരസ്പരം ചേർന്നാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ സെന്റൻസിൽ പീപ്പിൾസ് ആർ ടു ക്ലോസ്ലി, ആളുകൾ വളരെ അടുത്തിരിക്കുന്നു. അപ്പൊ ഇവിടെ ടു എന്നുള്ള കൺജങ്ഷനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പീപ്പിൾസ് ആർ ടു ക്ലോസ്ലി നിറ്റ് ടുഗദർ, എത്രത്തോളം? ടു ഇമാജിൻ, അവിടെ നെഗറ്റീവായിട്ട് പറയണം, സങ്കല്പിക്കാൻ കഴിയാത്ത വിധം, അതായത് ഒറ്റപ്പെട്ട് വേറിട്ട് നിൽക്കാം, സെപ്പറേറ്റ് ചെയ്ത് നിൽക്കാം, പാർട്ട് ചെയ്ത് നിൽക്കാം എന്ന് ചിന്തിക്കാൻ കഴിയാത്ത വിധം അടുത്ത ബന്ധമാണ് ഇന്നത്തെ ലോകത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ജനങ്ങളുടെ സ്വപ്നങ്ങൾ ഇന്ത്യക്കാരുടെ മാത്രം സ്വപ്നങ്ങളല്ല, ലോകത്തിന്റെ സ്വപ്നങ്ങളാണ്. പീസ് ഈസ് സെറ്റ് ടു ബി ഇൻഡിവിസിബിൾ. എന്താണ് സമാധാനത്തെ കുറിച്ച് പറയുന്നത്? സമാധാനം എന്നുള്ളത്
ഇൻഡിവിസിബിൾ ആണ്, അവിഭാജ്യമാണ്, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെന്ന് പറയുന്ന പോലെ അല്ലേ. വിത്തൗട്ട് പീസ് വി ക്യാൻറ്റ് ലിവ്. സമാധാനമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ജീവിക്കണമെങ്കിൽ സമാധാനം വേണം. സമാധാനം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഏത് സോ ഈസ് ഫ്രീഡം, ഏത് ഫ്രീഡവും. അതുപോലെ തന്നെയാണ് സോ ഈസ് പ്രോസ്പിരിറ്റി, അഭിവൃദ്ധി. അപ്പൊ എന്താ പറയുന്നത്? പീസ് ഈസ് സെറ്റ് ടു ബി ഇൻഡിവിസിബിൾ. അപ്പൊ ഇൻഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? അവിഭാജ്യം, ഒഴിച്ചുകൂടാൻ പറ്റാത്തത്. അതുപോലെ നമുക്ക് അത്യാവശ്യമാണ് സോ ഈസ് ഫ്രീഡം. പിന്നെയോ സോ ഈസ് പ്രോസ്പിരിറ്റി നൗ. അതുപോലെ തന്നെയാണ് ഇന്ന് എന്ത്? അതായത് സമാധാനം പോലെ തന്നെയാണ് ഇന്ന് എന്തൊക്കെ? ഫ്രീഡവും പ്രോസ്പിരിറ്റിയും. ആൻഡ് സോ ഓൾസോ ഈസ് ഡിസാസ്റ്റർ. അപ്പൊ അത്തരം ഒരു ലോകത്തില് അതുപോലെ തന്നെയാണ് എന്ത്? ദുരന്തവും. അതായത് ദുരന്തം എന്നുള്ളത് സമാധാനവും സന്തോഷവും പ്രോസ്പിരിറ്റിയും ഒക്കെ പോലെ തന്നെ നമുക്കറിയാം മറ്റൊരു ഘടകമാണ് ദുരന്തം എന്നുള്ളത്. സോ ഓൾസോ ഈസ് ഡിസാസ്റ്റർ. അതൊക്കെ പോലെ തന്നെയാണ് ദുരന്തം. കാരണം നമ്മൾ മനുഷ്യന്മാർക്ക് ഒരു പരിധിക്കപ്പുറം ദുരന്തത്തെ ഒഴിവാക്കുക അസാധ്യമാണ്. എവിടെ നിന്നും? ഇൻ ദിസ് വൺ വേൾഡ് that can no longer be split into isolated fragments. ഒറ്റപ്പെട്ട ഫ്രാഗ്മെന്റ്സ്, ചെറിയ ചെറിയ ഭാഗങ്ങളിൽ, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട്, ഭാഗങ്ങളായിട്ട് ഈ ലോകത്തെ സ്പ്ലിറ്റ് ചെയ്യാൻ, വിഭജിക്കാൻ കഴിയാത്തിടത്തോളം കാലം സമാധാനവും ഫ്രീഡവും പ്രോസ്പിരിറ്റിയും പോലെ തന്നെ ദുരന്തവും ഒരു അവിഭാജ്യമായിട്ട് മാറുന്നു. ടു ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ജനങ്ങളോട് നെഹ്റു പറയാണ്, ടു ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹൂസ് റെപ്രസെന്റേറ്റീവ്സ് വി ആർ. ഞങ്ങൾ പ്രതിനിധികളായിരിക്കുന്ന, കാരണം നെഹ്റു പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രതിനിധിയാണ് ആര്? നെഹ്റുവിനെ പോലുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മെമ്പേഴ്സ്. അപ്പോ ഞങ്ങള് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മെമ്പേഴ്സ്, ഞങ്ങൾ പ്രതിനിധികൾ, റെപ്രസെന്റേറ്റീവ്സ് ആയിരിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങളോട് വി മേക്ക് ആൻ അപ്പീൽ. ഞങ്ങൾ ആ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, അപ്പീൽ ചെയ്യാണ്, റിക്വസ്റ്റ് ചെയ്യാണ്. എന്താണ് റിക്വസ്റ്റ് ചെയ്യുന്നത്? ടു ജോയിൻ അസ് വിത്ത് ഫെയ്ത്ത് ആൻഡ് കോൺഫിഡൻസ്. വിശ്വാസത്തോടെയും ആത്മവിശ്വാസത്തോടെയും നിങ്ങൾ ഞങ്ങളോട് ജോയിൻ ചെയ്യണം. എന്തില്? ഇൻ ദിസ് ഗ്രേറ്റ് അഡ്വഞ്ചർ, ഈ വലിയ സാഹസ ഉദ്യമത്തിൽ. അതായത് സ്വാതന്ത്ര്യം നേടി ഒരു രാജ്യം അതിൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള നല്ലൊരു ശോഭനമായിട്ടുള്ള ഭാവി പടുത്തുയർത്താനുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങൾ അതിൻ്റെ ഭാഗമാകണം. ദിസ് ഈസ് നോട്ട് ടൈം ഫോർ പെറ്റി ആൻഡ് ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. വളരെ പെറ്റി, വളരെ നിസ്സാരമായിട്ടുള്ള, അതുപോലെ തന്നെ വിനാശകരമായിട്ടുള്ള വിമർശനത്തിന്റെ സമയമല്ലിത്. നോ ടൈം ഫോർ ഇൽവിൽ, അല്ലെങ്കിലോ വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, ശത്രുതയുടെ സമയമല്ല. ഓർ ബ്ലെയിമിങ് അതേഴ്സ്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തേണ്ടതിൻ്റെയും സമയമല്ല. നമ്മളെല്ലാവരും ഒന്നിച്ച് ഈ ഉദ്യമത്തിന്റെ, ഈ അഡ്വഞ്ചറിന്റെ, ഈ സാഹസത്തിന് മുതിരാണ്. അതായത് നമ്മൾ ഈ ഉത്തരവാദിത്വം, ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ഈ ഒരു വലിയ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. ഈ ഒരു സാഹസത്തിൽ നിങ്ങളെല്ലാം നമ്മോടൊപ്പം ജോയിൻ ചെയ്യണം. അങ്ങനെ വി ഹാവ് ടു ബിൽഡ് ദ നോബിൾ മാൻഷൻ. നമുക്ക് എന്ത് ചെയ്യണം? ആ മഹത്തായിട്ടുള്ള ആ ഒരു മാൻഷൻ, ആ ഒരു കൊട്ടാരം, ആ ഒരു പാലസ് നമ്മൾ പണിയേണ്ടതുണ്ട്. ആർക്ക് വേണ്ടിയിട്ട്? മാൻഷൻ ഓഫ് ഫ്രീ ഇന്ത്യ, സ്വതന്ത്ര ഇന്ത്യയിൽ നമ്മൾ ആ കൊട്ടാരം പണിയണം. അവിടെ ആ കൊട്ടാരത്തിൽ, രാജ്യത്ത് ഓൾ ഹെർ ചിൽഡ്രൻ മേ ഡ്വെൽ, ആ രാജ്യത്തിന്റെ എല്ലാ ആളുകൾക്കും ആ കൊട്ടാരത്തിൽ താമസിക്കാം. ഡ്വെൽ മീൻസ് താമസിക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു മണിമാളിക പണിയുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും ആ ഉദ്യമത്തിന്റെ ഭാഗമാവണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇതോടുകൂടി നെഹ്റുവിൻ്റെ പ്രസംഗം അവസാനിച്ചു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.
അപ്പോൾ എല്ലാ ആളുകളും വീഡിയോ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മുഴുവനായും കണ്ട ശേഷം അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.